അപ്പൊ ഇനിയിപ്പം നോക്കേണ്ടത് ഇതിനൊക്കെ കാരണക്കാരായ മനുഷ്യരുണ്ട്. അജിത്തിലേക്ക് പോകാം. അജിത്ത്, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് തുടക്കത്തിൽ വലിയ കോൺഫിഡൻസ് ആയിരുന്നു അൻവറിന്. ആദ്യം അത് രാജി വെക്കുമ്പോൾ പിന്നെ ജോയിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു, പിന്നെ അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള വലിയ പ്രചരണം നടത്തുന്നു. ഇപ്പോഴുള്ള അവസ്ഥ ഏറ്റവും അവസാനം എത്തി നിൽക്കുമ്പോൾ പിണറായിനെതിരെ വിമർശനം, സതീശിനെതിരായ വിമർശനം, ഒരു തരത്തിലും അൻവർ എവിടെയാണ്, അൻവർ എന്താ ചിന്തിക്കാൻ പോകുന്നത് ആർക്കും അറിയാത്ത അവസ്ഥ. ഏതാണ്ടൊരു 13% വരെ വോട്ട് ഉറപ്പാണെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. അതായത് 17,000 വോട്ട് വരെ പിടിക്കാം എന്നാണ് അൻവർ പറയുന്നത്. പക്ഷേ നേരത്തെ അവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു അൻവറിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഈ ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് 17,000 വോട്ട് പിടിക്കണം? അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത് വലിയൊരു ചരിത്ര സംഭവമായിരിക്കും. അജിത്ത്, എന്താ അതിൻ്റെ ഒരു കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ഉറപ്പെന്താണ്? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വഴിക്കടവ് പഞ്ചായത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ഘടകമെന്ന് പറയുന്നതിൻ്റെ കാരണം. കഴിഞ്ഞ തവണ LDF 13,471 UDF 13,436 വോട്ട് ലഭിച്ച പഞ്ചായത്താണ്. അത്തരത്തിൽ വലിയ തരത്തിൽ വോട്ടുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 35 വോട്ടിന് PV അൻവർ ലീഡായിരുന്നു. ഈ തവണ PV അൻവറിൻ്റെ കണക്ക് പ്രകാരം ആ പഞ്ചായത്തിൽ മാത്രം 7,000 വരെ, അതായത് 5,000 മുതൽ 7,000 വോട്ട് വരെ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് കണക്ക്. ഈ വഴിക്കടവ് പഞ്ചായത്തിലെ എല്ലാ ബൂത്തിലും ഇരിക്കാനുള്ള ആളും PV അൻവർ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വഴിക്കടവിൽ സാമാന്യം നല്ല രീതിയിൽ പ്രവർത്തകരുണ്ടായിരുന്നു PV അൻവറിനൊപ്പം. അവിടെ നിന്നാണ് ഈ പ്രകടനങ്ങൾക്കൊക്കെ ആൾ കൂടുതലായി ഇറങ്ങുകയും PV അൻവറിൻ്റെ ഒരു ബാക്കപ്പായി നിന്നതും വഴിക്കടവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ ഘടകമായി വഴിക്കടവിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ റിസൾട്ട്, ആദ്യത്തെ വഴിക്കടവിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെയും അവിടെ നിന്ന് ആരുടെ വോട്ടാണ് അൻവർ പിടിക്കുന്നതെന്ന് ക്ലിയർ കട്ടായിട്ട് അറിയാൻ കഴിയും. അത് LDF-ൻ്റെ ആണോ UDF ആണോ? ക്ലിയർ ഉത്തരം നമുക്ക് മുമ്പിലുണ്ടാകും. അത് LDF-ൻ്റെ വോട്ടാണ് വലിയ രീതിയിൽ പിടിക്കുന്നതെങ്കിൽ UDF അവിടെ ലീഡ് കൂടും, അതിനെ പിന്നെ ബാലൻസ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അതേസമയം UDF-ൻ്റെ വോട്ടാണ് പിടിക്കുന്നതെങ്കിൽ LDF അവിടെ മെച്ചപ്പെട്ട ലീഡ് വരും. അതുകൊണ്ട് തന്നെ LDF പിന്നീട് മൂത്തയിടത്തെ മാത്രം ബാലൻസ് ചെയ്താൽ മതിയാകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതാണ് LDF-ൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വഴിക്കടവ് നിർണായകമാണ്. വഴിക്കടവിൽ അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ്. പക്ഷേ അൻവർ ഈ പറയുന്ന പോലെ വഴിക്കടവിൽ ഒരു ചെറിയ വോട്ടിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അൻവറിൻ്റെ എഫക്റ്റ് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വഴിക്കടവ് എണ്ണി തീരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചന എങ്ങോട്ടാണ് എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി കഴിയും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെയുണ്ട്. അതായത് കരുളായും അമരമ്പലവും വെച്ചുകൊണ്ട് ഇത്തരത്തിൽ UDF മൂത്തേടത്തുൾപ്പെടെ ഉണ്ടാകുന്ന ലീഡിനെ അതിനെ ബാലൻസ് ചെയ്യാൻ LDF-ന് പറ്റുമ്പോൾ പോലും അവിടെ അൻവർ പിടിക്കുന്ന വോട്ട് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം അവരുടെ കണക്ക് പ്രകാരം 3,000 വരെ വോട്ടുകൾ ലഭിക്കുമെന്നുള്ളതാണ് കണക്ക്. ആ കണക്കിനനുസരിച്ച് വോട്ട് ലഭിച്ചില്ലെങ്കിലും വഴിക്കടവിൽ നിന്ന് വലിയ തരത്തിലുള്ള വോട്ട് ലഭിക്കുകയും 1,000-ന് മുകളിൽ വോട്ട് ലഭിക്കുകയും ചെയ്താൽ അത് 20,000-ലേക്ക് എത്തുമെന്നൊരു കണക്കാണ് അൻവറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അത് സിസ്റ്റമാറ്റിക്കായിട്ടൊരു കണക്കല്ല. പ്രത്യേകിച്ച് ഹൃദയത്തിൽ നിന്ന് അൻവറിന് തോന്നുന്ന, അൻവറിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലധികം വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുടെ കണക്കാണ് അൻവർ പറയുന്നത്. അത് ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അത് പറയുന്നുണ്ടാവുക. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് അദ്ദേഹം ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം ആ മണ്ഡലത്തിലുള്ളത് CPM-ന്റെ നേതാവായിട്ടാണ്, CPM-ന്റെ പ്രതിനിധിയായിട്ടാണ്, കടന്നൽ രാജയായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അത് CPM-നെ അല്ലേ ബാധിക്കുക, കോൺഗ്രസിനെ എവിടെയാണ് ബാധിക്കുക എന്നൊരു ചോദ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത് UDF-നെയാണ് ബാധിക്കുക എന്ന രൂപത്തിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ട്രെൻഡ് സെറ്റായി വരുമ്പോൾ അത് CPM-ലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. CPM-ന്റെ വോട്ടുകളായിരിക്കും. നമ്മളുടെ പ്രതിനിധി സുജിചന്ദ്രൻ അദ്ദേഹം അവിടെ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മരണ വീടുകളിൽ, കുടുംബ വീടുകളിൽ ഒരു മരണ വീട്ടിൽ പോയപ്പോൾ ആ മരണ വീട്ടിലെ ആൾ അദ്ദേഹം CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞത് പിന്നെ അൻവർക്ക വന്നിട്ട് പിന്നെ അടക്കം തുടങ്ങി, അല്ലെങ്കിൽ അതിനുള്ള ചടങ്ങുകൾ തുടങ്ങിയാൽ മതി. വിദ്യാർത്ഥി മരിച്ച സംഭവം. അതെ, കാരണം അതൊരു വലിയ ചൂണ്ടുവലകയാണ് പിന്നെ അജിത്ത്. അതിൽ പിന്നെ അക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ ഈ അൻവറിൻ്റെ വോട്ടുകൾ ചെയ്തു വലിയ നിർണായകമായ ഘടകമായിട്ട് തന്നെ മാറും എന്ന് വേണം കണക്കാക്കാൻ. കാരണം അത് ഒരുപക്ഷെ CPM-ന്റെ ആയാലും അപ്പുറത്തായാലും രണ്ട് കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചാണ് പിന്നെ അദ്ദേഹം ജയിച്ചതെന്നാണ് കോൺഗ്രസ് അന്ന് പറഞ്ഞിരുന്നത്. ഇതെന്തായിരിക്കും, എങ്ങോട്ടായിരിക്കും പോകുക? തിരഞ്ഞെടുപ്പുണ്ട് ശ്രീധർ, പലരുടെയും ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. കാരണം PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കും നാളെ. ഇനി UDF-ലേക്ക് ചർച്ചകളൊക്കെ ഇപ്പോഴേ തുടങ്ങി കഴിയും. ഇപ്പം എന്താ പറയുക, പിണറായി അല്ലേ, ഈ പിണറായിസും സതീശനിസും അതിലിപ്പം ഈ എന്തോ ഒരു
ഒരു സാധനം പറഞ്ഞായിരുന്നു ഈ ഞാനൊരു കാര്യം പറയാം. ഈ വിധി നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന്റെ വിധി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് അൻവറിനേക്കാൾ നിർണായകം സതീശനാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടില്ലേ? കാരണം ഇത്രയും സ്റ്റാൻഡ് അൻവറിനെ UDF എടുക്കണ്ട എന്ന് പല ആളുകളും കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഇവരൊക്കെ വേണമെങ്കിൽ എടുക്കാം, ലീഗ് കട്ടയിൽ കൊടുക്കുന്നതാണ്, നമുക്ക് എടുക്കാം എടുക്കാൻ പറഞ്ഞ പോലും ഒരാളെ പറഞ്ഞുള്ളൂ, അത് VD സതീശനാണ്. ആ വാക്ക് എങ്ങനെയാകും അല്ലെങ്കിൽ ആ വാക്ക് എന്തായി മാറുന്നുള്ളത് നാളെ 11:30 അറിയാം.